അന്താരാഷ്ട്ര പുരസ്കാര നിറവിൽ പോൾസൺ പാവർട്ടിയുടെ ബബിൾഗം ദുബായ് വെബ് സീരീസ്. പ്രശസ്തമായ എമിറേറ്റ്സ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച വെബ് സീരീസിനുള്ള ബഹുമതിയാണ് പാവർട്ടി സ്വദേശിയായ പോൾസണും സംഘവും അണിയിച്ചൊരുക്കിയ വെബ് സീരീസ് കരസ്ഥമാക്കിയത്. ദുബായ് ആസ്ഥാനമായ എമിറേറ്റ്സ് ഏവിയേഷൻ കോളേജിൽ നടന്ന ചടങ്ങിൽ ബബിൾഗം ദുബായ് വെബ് സീരീസിന്റെ അമരക്കാരനും തിരക്കഥാകൃത്തും സംവിധായകനുമായ പോൾസൺ പാവർട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി. ഇച്ഛാശക്തിയിലൂടെയും അർപ്പണ മനോഭാവത്തിലൂടെയും നേടിയെടുത്ത ബഹുമതി തന്റെ കൂടെ സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാ കലാകാരന്മാർക്കും അതോടൊപ്പം തന്റെ കുടുംബാംഗങ്ങൾക്കും സമർപ്പിക്കുന്നതായി പോൾസൺ പാവർട്ടി പറഞ്ഞു. 11ാമത് എമിറേറ്റ്സ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ മത്സരത്തിൽ 30 രാജ്യങ്ങളിൽ നിന്നായി 500-ൽ പരം ഹ്രസ്വചിത്രങ്ങൾ പങ്കെടുത്തിരുന്നു. ഇവയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സിനിമകളാണ് ചലച്ചിത്ര പ്രേമികൾക്കായി എമിറേറ്റ്സ് ഏവിയേഷൻ കോളേജിൽ പ്രദർശിപ്പിച്ചത്. അതിൽ നിന്നാണ് ബബിൾഗം പുരസ്കാരത്തിന് അർഹത നേടിയത്. പ്രവാസ സമൂഹത്തിലെ സാധാരണക്കാർ നേരിടുന്ന സാമ്പത്തിക ചൂഷണങ്ങളും അത്തരക്കാരെ സഹായിക്കുവാൻ മുന്നിട്ടിറങ്ങുന്ന നന്ദിനി അക്കയുടെയും കഥ പറയുന്ന വിടമാട്ടൻ എന്ന ബബിൾഗം ദുബായ് ടീമിന്റെ ഹ്രസ്വചിത്രമാണ് ജൂറിയുടെ പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റിയത്. എന്താ ചെയ്യാന്നൊരു പിടുത്തല്ലേ ഭായി. അച്ഛായ പാസ്പോർട്ട് തന്നില്ലെങ്കിൽ എന്താ ചെയ്യാ? ഞാൻ നാട്ടിൽ ചെന്നിട്ട് വേണം ഭാര്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിലേ. വിഷമിക്കാതിരിക്കേ, എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവും. എന്നെ ഒന്ന് ചോദിച്ചോട്ടെ, എത്ര സംഖ്യ മേടിച്ചു ഇവിടെ പലിശക്കാരച്ഛൻ്റെ കയ്യിൽ നിന്ന്? മൊത്തം 5000 ദിറംസ്. അത് മോളുടെ കല്യാണ ആവശ്യം വന്നപ്പോൾ എടുത്തതാണ്. വലിയ മണ്ണത്രല്ലേ ഭായി ചെയ്തത്. എത്ര കടം വാങ്ങിയിருக்கு? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാൻ ആരെങ്കിലും ആവട്ടോ. ഇപ്പൊ ഈ കേൾവിക്ക് മട്ടും പറ്റൽ സൊല്ലു അല്ലേനാ ഞാൻ യാരെന്ന് തെരഞ്ഞിടും. പുരിയതാ? അച്ചായോ, ഇത് അച്ചായൻ വിചാരിക്കുന്ന പോലത്തെ പെണ്ണുങ്ങളൊന്നല്ല. ഇത് വെറുതെ അടികൊണ്ട് നാണം കേടാനുണ്ടെങ്കിൽ അച്ചായൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ദുബായിലും ഷാർജയിലുമായി 30-ലധികം എപ്പിസോഡുകൾ തുടർച്ചയായി ചിത്രീകരിക്കുകയും അവ വിജയകരമായി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്ത ഏക മലയാള വെബ് സീരീസാണ് ബബിൾഗം ദുബായ്. ഈ ചെറിയ കാലയളവിൽ തന്നെ മുൻപരിചയമില്ലാത്ത 85-ൽ പരം പ്രവാസികളായ കലാകാരന്മാർക്ക് ക്യാമറയ്ക്ക് മുൻപിലും പിന്നിലും പ്രവർത്തിക്കുവാനുള്ള അവസരമൊരുക്കാൻ പോൾസൺ പാവർട്ടിക്ക് കഴിഞ്ഞു.